എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷനീറ, പബ്ലിക് റിലേഷൻ ഓഫീസർ, മറിയം ഫൗണ്ടേഷൻ ഫോർ എംപവറിംഗ് വിമൻ കാസർഗോഡ് ചാപ്റ്റർ. മറിയം ഫൗണ്ടേഷൻ ഫോർ എംപവറിംഗ് വിമൻ അഥവാ MFEW ഓർഗനൈസ് ചെയ്യുന്ന വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യമാണ് സമ്പത്ത്. ഒരു കുടുംബത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് തന്നെ ആ വീട്ടിലെ അമ്മയുടെ ആരോഗ്യം അനുസരിച്ചാണ്. അമ്മയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് കുടുംബത്തെ മുഴുവൻ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്ത്രീയുടെ ആരോഗ്യം കുടുംബം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ മനസ്സ് കാണും, മെന്റലി ആൻഡ് ഫിസിക്കലി, അല്ലെ? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന MFEW എന്നും ഊന്നൽ നൽകുന്നത് നല്ല ആരോഗ്യം, ഉയർന്ന വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങളിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം അനീമിയ ഇൻ വിമൻ അഥവാ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിളർച്ച എന്നീ പേരിൽ അറിയപ്പെടുന്ന രക്തക്കുറവിനെ കുറിച്ചാണ്. വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേയോടനുബന്ധിച്ച് ജൂൺ 16-ാം തീയതി കാസർഗോഡ് ഗവൺമെന്റ് ബ്ലഡ് ബാങ്കിൽ വെച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെയായി ഒരുപാട് പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഹീമോഗ്ലോബിന്റെ കുറവ് തന്നെയായിരുന്നു. അങ്ങനെയാണ് സ്ത്രീകളിൽ ഒരുപാട് പേർക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് ഇന്ന് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു കോവിഡ് പശ്ചാത്തലവും ലോക്ക്ഡൌൺ ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതാവുന്ന അവസ്ഥയിൽ ഹെൽത്ത് അവയർനെസ് ഫിസിക്കൽ ക്യാമ്പ് നമ്മുടെ ഓർഗനൈസേഷനായ MFEW കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വിഷയമായ അനീമിയ ഇൻ വിമൻ അതായത് വിളർച്ച അഥവാ രക്തക്കുറവ് എങ്ങനെ പരിഹരിക്കാം, ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ മായ എസ് മല്യ, ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ്, മല്യ സിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. ഡോക്ടർ മായ മാമിനെ സംസാരിക്കാൻ ക്ഷണിക്കുന്നു. വെൽക്കം മാം. എല്ലാവർക്കും നമസ്കാരം. ആദ്യ ഐ വാണ്ട് ടു താങ്ക് ഗോഡ്സ് ഓൺ കൺട്രി ക്ലബ്. റൂബിയാണ് എനിക്ക് ചോദിച്ചത് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരു ചെയ്തി കൊടുക്കണം പറഞ്ഞിട്ട്. ബിക്കോസ് മെനി വിമൻ കുഡ് നോട്ട് ഡൊണേറ്റ് ദ ബ്ലഡ്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അനീമിയ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഐ ആം കംഫർട്ടബിൾ വിത്ത് ഇംഗ്ലീഷ്. നടുനടുവിൽ ഞാൻ കുറച്ച് മലയാളത്തിലും പറയൂ. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. Shall I start? Yes ma'am, you can start. Okay. സ്ക്രീൻ കാണുന്നുണ്ടോ? Can you see the screen? PPT Yes ma'am. Yes ma'am. Okay. We can see the screen. Okay, thank you. First ഞാനിത് അനീമിയ പറഞ്ഞെങ്കിൽ എന്താ പറഞ്ഞെങ്കിൽ ഇത് രക്തക്കുറവ് പറഞ്ഞെങ്കിൽ ആക്ച്വലി എന്താ പറഞ്ഞിട്ട്. യൂഷ്വലി ഞങ്ങളെ ബ്ലഡിന് 3 ടൈപ്പിന്റെ ബ്ലഡ് സെൽസ് ഉണ്ടാവും. ഒരു ടൈപ്പ് RBCs പറഞ്ഞെങ്കിൽ ചുവന്ന കളറുള്ള രക്തകണങ്ങളാണ്. ഇന്നൊരു വൈറ്റ് സെൽസ്, പേര് പറയുന്ന പോലെ വൈറ്റ് ആണ്, വൈറ്റ് കളറിന്റെ ബ്ലഡ് സെൽസ്. ഇന്നൊരു പ്ലേറ്റ്ലെറ്റ് പറഞ്ഞെങ്കിൽ സാധാരണ ഞങ്ങളെ എന്തെങ്കിലും മുറിയായെങ്കിൽ അവിടെ ബ്ലഡ് ഫ്ലോ ആവാത്ത ബ്ലഡ് ക്ലോട്ട് ആണല്ലേ, അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. ബ്ലഡ് ക്ലോട്ട് ആണതിന് പ്ലേറ്റ്ലെറ്റ്സ് വേണ്ടി വരും. അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഈ 3 രക്തകണങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് RBCs പറഞ്ഞെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, ചുവന്ന കളറിന്റെ രക്തകണങ്ങളാണ്. യൂഷ്വലി ബ്ലഡ് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് ഇതാണ്, ഏത്
ബ്ലഡ് ചുവന്ന കളറിന്റെ രക്തകണങ്ങൾ എത്ര ഉണ്ട് പറഞ്ഞിട്ട് അത് അറിയുന്നത് ഹിമോഗ്ലോബിൻ നോക്കുമ്പോ. അപ്പോ മെയിൻ ആയിട്ട് അനീമിയ പറഞ്ഞെങ്കില് ഈ ചുവന്ന രക്തകണങ്ങൾ ഇല്ല കുറവുണ്ടാവും, ഇല്ല അതിന്റെ ക്വാളിറ്റി പറഞ്ഞെങ്കിൽ അതിനകത്ത് യൂഷ്വലി ബ്ലഡ് സെല്ലിന്റെ അതിന്റെ കാര്യം എന്തെങ്കിലും അതിന്റെ പണി എന്തെങ്കിൽ ഹാർട്ടിനെ ബ്ലഡ് കൊണ്ടുപോയിട്ട് എല്ലാ വേറെ വേറെ ഭാഗങ്ങള് ദേഹത്തിന്റെ ഭാഗങ്ങൾ ബോഡി പാർട്സിന് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നതാണ്. ഈ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ അതിനായിട്ട് ഒരു പ്രോട്ടീൻ വേണം. ആ പ്രോട്ടീനിന്റെ പേരാണ് ഹിമോഗ്ലോബിൻ. ഇത് ഹിമോഗ്ലോബിൻ ആണ് ഈ ഓക്സിജൻ ക്യാരി ചെയ്തിട്ട് വേറെ വേറെ ബോഡി പാർട്സിനെല്ലാം കൊടുക്കുന്നത്. ഈ ഹിമോഗ്ലോബിൻ കുറവുണ്ടാവുമ്പോ കൃത്യമായിട്ട് ഓക്സിജൻ ദേഹത്തിന്റെ ഭാഗത്ത് കിട്ടില്ല. ഈ ബ്ലഡ് സെല്ലിൽ ഹിമോഗ്ലോബിൻ എത്ര ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ കൗണ്ട് ആക്കുന്നതാണ്, മെഷർ ചെയ്യുന്നതാണ് ഹിമോഗ്ലോബിൻ നോക്കുന്നത്. യൂഷ്വലി ഇത് ഞാൻ വായിക്കാം. ഡിഫിഷ്യൻസി നമ്പർ ഓർ ക്വാളിറ്റി ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. The red blood cells, there is a protein called hemoglobin. It has got oxygen capacity. ഒരാൾക്ക് നോർമൽ ആയിട്ട് ഹിമോഗ്ലോബിൻ ആങ്ങൾക്കായെങ്കിൽ അത് 13 മുതൽ 17 gram% വേണം. പെങ്ങൾക്കായെങ്കിൽ 12 മുതൽ 15 grams ആയാലും വേണം. യൂഷ്വലി ഇന്ത്യൻ വിമൻസിന് കുറച്ച് കുറവുണ്ടാവും. 11 വരെ ഞങ്ങൾ നോർമൽ അങ്ങനെ കണക്കിടാം. അപ്പൊ 12 മുതൽ 15 gram വരെ നോർമൽ ആണ് പെങ്ങൾക്ക്. സാധാരണ രക്തകണങ്ങൾ ഇങ്ങനെ കാണും. ഒരു റെഡ് കളർ ഉണ്ടാവും, ഒരു ഡിസ്കിന്റെ ടൈപ്പ് ഉണ്ടാവും. അനീമിയ പറഞ്ഞെങ്കിൽ രക്തക്കുറവ് ഉണ്ടാവുമ്പോ വിളർച്ച ഉണ്ടാവുമ്പോ ഈ അനീമിയത്തില് ഇല്ല അതിന്റെ എണ്ണ കുറവുണ്ടാവും, ഇല്ല അത് കളർ കുറവുണ്ടാവും പറഞ്ഞെങ്കിൽ അതിനകത്ത് ഹീമോഗ്ലോബിൻ കുറവുണ്ടാവും. അതിനെ ഞങ്ങൾ അനീമിയ പറയും. യൂഷ്വലി ഒരു ഞാൻ അനീമിയ പറയാൻ പോയെങ്കിൽ സാധാരണ അതിൽ തന്നെ ഒരു സംഗതി തന്നെ ഒരു 2 മണിക്കൂറെല്ലാം സംസാരിക്കാൻ കഴിയും. മെയിൻ ആയിട്ട് കോമൺ മാൻക്ക് അറിയുന്നത്ര മാത്രമേ ഞാൻ ഇന്ന് പറയാം. സോ ഐറൺ ഡിഫിഷ്യൻസി പറയുന്നത് ഒരു ബോഡിയിൽ ഐറൺ കുറവുണ്ടെങ്കിൽ ഹിമോഗ്ലോബിൻ ഫോം ആണ്. ഐറണിന്റെ ആവശ്യമുണ്ട്. മെയിൻ ആയിട്ട് വേണത് ഹിമോഗ്ലോബിൻക്ക് ഐറൺ ആണ്. അപ്പൊ ഐറൺ കുറവുണ്ടെങ്കിൽ ഹിമോഗ്ലോബിൻ കുറവാണ്. ദിസ് ഇസ് ദ കോമണസ്റ്റ് ടൈപ്പ് ഓഫ് അനീമിയ കോസ്ഡ് ബൈ ഷോർട്ടേജ് ഓഫ് ഐറൺ ഇൻ അവർ ബോഡി. പിന്നെ വരുന്നത് വിറ്റാമിൻ ഡിഫിഷ്യൻസി അനീമിയ. സാധാരണ ബ്ലഡ് ഫോം ചെയ്യാൻ ഐറൺ കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോർട്ടന്റ് ആണ് വിറ്റാമിൻ B12, പിന്നെ വിറ്റാമിൻ സി ആണ്, സി വിറ്റാമിൻസ്. പിന്നെ അനീമിയ ഓഫ് ഇൻഫ്ലമേഷൻ എവിടെയായാലും ഞങ്ങൾക്ക് ഇപ്പോ എന്തെങ്കിലും രോഗം ഇല്ല, ഏതെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനത്തെ എല്ലാം ആയെങ്കിൽ ഇല്ല ഏതായാലും ബോഡി പാർട്ടിൽ പ്രശ്നം വന്നെങ്കിൽ ആ സമയത്തിൽ കൂടെ അവിടെ കുറെ ബ്ലഡ് നഷ്ടമാണ്. അവിടെ ഒരു ഫൈറ്റിംഗ് മെക്കാനിസം ചെയ്യുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് എല്ലാം നഷ്ടമാവും, അതിന്റെ കൂടെ റെഡ് ബ്ലഡ് സെൽസ് കൂടി നഷ്ടമാണ്. അപ്പൊ ആ സമയത്തിൽ അനീമിയ വരുന്ന സാധ്യതയുണ്ട്. അപ്ലാസ്റ്റിക് അനീമിയ പറഞ്ഞെങ്കിൽ ബ്ലഡ് പ്രൊഡ്യൂസ് ആവുന്ന സ്ഥലത്തിൽ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. സാധാരണ പ്രൊഡ്യൂസ് ആവുന്ന സ്ഥലമാണ് ബോൺ. ഞങ്ങളെ എല്ലാണ്. എല്ലിന്റെ ഉള്ളിലെ ഒരു പാർട്ട് ഉണ്ടാവും, അതിനെ ബോൺ മാരോ പറയും. ആ മാരോ സ്ഥലം എവിടെ ഈ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ആണത്. അവിടെ എന്തെങ്കിലും ഡിസീസ് ഉണ്ടെങ്കിലും രക്തക്കുറവാണ് സാധ്യത. ഇന്നൊരു ഹീമോലൈറ്റിക് അനീമിയ. നിങ്ങളെ ബ്ലഡ് പ്രൊഡ്യൂസ് ആവും. ഈ ബ്ലഡ് RBC ഉണ്ടല്ലോ, ഈ ചുവന്ന രക്തകണങ്ങള് ഒരു ലൈഫ് സ്പാൻ പറഞ്ഞെങ്കിൽ ജീവിതാവധി 120 ദിവസം ഉണ്ടാവും. 120 ദിവസം കഴിഞ്ഞിട്ട് അത് തന്നാലേ മരിക്കൂ. അത് മരിക്കുന്ന ഒരു ജീവിതാവധി കഴിയും. അത് കഴിഞ്ഞ ശേഷം ഫ്രഷ് ബ്ലഡ് എല്ലാം വന്നുകൊണ്ടുണ്ടാവല്ല, ഈ ഓൾഡ് ബ്ലഡ് സെൽസ് എല്ലാം മരിക്കും. ഇത് മരിക്കുന്നത് സാധാരണ സ്പ്ലീനിലേക്ക് പോയിട്ട് ഇല്ല ലിവറിലേക്ക് പോയിട്ട് അത് മരിക്കും. ഈ സമയത്തില് ഈ മരിക്കുന്ന ജീവിതാവധിയല്ല അത് കുറവായെങ്കിലും അനീമിയ ആവുന്ന സാധ്യത ഉണ്ട്. ഇന്നൊരു സിക്കിൾ സെൽ അനീമിയ പറയാം. അതിനകത്ത് ബ്ലഡ് സെല്ലിന്റെ അത് ഒരു സ്പിയർ പോലെയുള്ള ബ്ലഡ് അതിന്റെ ഷേപ്പേ മാറ്റിയിട്ടുണ്ടാവും. ഇത് സാധാരണ ഒരു ജന്മത്തിന് വരുന്ന ദോഷമാണ്. എന്താ കൺജനൈറ്റൽ ഇത് പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ദോഷമാണ്. ഇതിന് സിക്കിൾ സെൽ അനീമിയ പറയും. നെക്സ്റ്റ് ഇതിനകത്ത് സെയിം ഐറൺ ഡിഫിഷ്യൻസി ആവുമ്പോ ഐറൺ കുറവുണ്ടാവുമ്പോ ബ്ലഡിലെ ഒരു ബ്ലഡ് സെൽസ് കുറവാകും. അതുകൊണ്ട് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവാണ്. ഓക്സിജൻ ബോഡിന്റെ വേറെ വേറെ ടിഷ്യൂക്കെല്ലാം കൊടുക്കുന്ന ഓക്സിജൻ കുറവാണ്. നെക്സ്റ്റ് വരുന്നത് വേറെ ഏതെല്ലാം കോസിൽ നിങ്ങൾക്ക് ഏതെല്ലാം റീസൺസ് ഉണ്ടാവും ഐറൺ ഡിഫിഷ്യൻസി ആവാൻ, ഐറൺ കുറവാവാൻ ഏതെല്ലാം കാരണങ്ങൾ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട്. ഒന്ന് ബ്ലഡ് ലോസ് ആവുന്ന സാധ്യതകൾ സാധാരണ ഇപ്പോ മാസക്കുളി വരുമ്പോൾ കൂടുതൽ ചില ആൾക്കാർക്ക് ബ്ലീഡിങ് കൂടുതൽ ഉണ്ടെങ്കിൽ ബ്ലഡ് ലോസ് ആണ് സാധ്യത ഉണ്ട്. ഇന്നൊരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൻ പറഞ്ഞെങ്കിൽ ഞങ്ങളെ ഉദരം പിന്നെ കൊടല്, ഈ കൊടലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോ അവിടെ ഐറൺ ലോസ് ആണ് സാധ്യത ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോ അന്നനാളത്തിൽ ഇപ്പോ നാളത്തിൽ തന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ആയെങ്കിലും
അയറൺ അബ്സോർപ്ഷൻ കുറവാണ്. ഇന്നൊരു അൾസർ, സാധാരണ ഞങ്ങൾ ഗ്യാസും അൾസർ പറയുന്നില്ല. അൾസർ ഉണ്ടാകുമ്പോൾ വയറ്റിന്റെ ഉള്ളില്, ഇത് ഉദരത്തിന്റെ ഉള്ളില് അൾസർ ഉണ്ടാകുമ്പോൾ ഇത് ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസ്ട്രിക് അൾസർ എല്ലാം പറയുമ്പോൾ അയറൺ ഡെഫിഷ്യൻസി ആണ് സാധ്യത ഉണ്ട്. ഇല്ല ക്യാൻസർ ഉണ്ടെങ്കിൽ അതെല്ലാം സാധാരണ ആണ്. പിന്നെ ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് പറയും. ഇൻഫ്ലമേറ്ററി ബോൾ ഡിസീസ് പറഞ്ഞെങ്കിൽ ഒരു രോഗമാണ്, അതിനകത്ത് അബ്സോർപ്ഷൻ കപ്പാസിറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. ചില ആൾക്കാർക്ക് അതിനകത്ത് ചില ഫുഡ് അലർജി ഉണ്ടാവും. അങ്ങനെയെല്ലാം ഉണ്ടാവുമ്പോൾ കുടലില് ശരിക്കും അത് അബ്സോർബ് ആവില്ല. ഇന്നത് ഹുക്വം ഇൻഫെസ്റ്റേഷൻ, ഞങ്ങള് എറയുടെ പ്രശ്നം പറയുന്നില്ല, എറയുടെ ജന്തുക്കളുടെ ഇത് ജന്തുവിന്റെ പ്രശ്നം ഇല്ല കൃമിന്റെ പ്രശ്നം. അതാണ് മെയിൻ റീസൺ. സാധാരണ ഇന്ത്യത്തിലെ ഏറ്റവും ആൾക്കാരിന്റെ ഫുഡ് അത്ര ശുദ്ധം ഉണ്ടാവില്ല. ശുദ്ധമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാത്ത സമയത്തിൽ എന്താണ്, ക്ലീൻ ആയിട്ട് ചെയ്യാത്ത സമയത്തില് കുറെ ഇൻഫെക്ഷൻ വയറ്റിന്റെ ഉള്ളിൽ പോകും. വയറ്റിന്റെ ഉള്ളിൽ എറയുടെ സാധാരണ മുട്ട എല്ലാം വയറ്റിന്റെ ഉള്ളിൽ പോയെങ്കിൽ അത് എറയായിട്ട് മാറും. ഈ എറ ഉണ്ടല്ല, ഞങ്ങളെ ഫുഡ് അബ്സോർബ് ചെയ്യുന്ന മുമ്പ് അതന്നെ എല്ലാ ഫുഡിന്റെ ഇത് എല്ലാം അത് അബ്സോർബ് ചെയ്യും. പിന്നെ അതേടെ എല്ലാം എറ ഉണ്ടാവും. ആടെ ഞങ്ങള് ഇൻറ്റസ്റ്റൈൻ ബ്ലീഡിങ് കൂടെ ഉണ്ടാവും. ചെറിങ്ങനെ അത് കാണുന്നില്ല, മൈക്രോസ്കോപ്പിൽ കാണുന്നത് മാത്രം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ബ്ലഡ് എടുക്കുന്ന ഫുഡിന്റെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അയറൺ കിട്ടുന്നില്ല. അപ്പൊ എറയുടെ ശല്യം ഇന്ത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ ആണ് ഈ അയറൺ കുറവാണ്. നെക്സ്റ്റ് വരുന്നത് യൂറിൻ ഇൻഫെക്ഷൻ. അപ്പപ്പ യൂറിൻ ഇൻഫെക്ഷൻ ആയെങ്കിലും ഇത് കുറവാണ് പറഞ്ഞെങ്കിൽ അപ്പപ്പ യൂറിൻ ഇൻഫെക്ഷൻ ആവുമ്പോ ചെറുങ്ങനെ ബ്ലഡ് ഉണ്ടാവും. അത് കണ്ണ് കാണുന്നില്ല, മൈക്രോസ്കോപ്പിൽ കാണും. ഞങ്ങളെ യൂറിനില് കുറച്ച് ബ്ലഡ് ലോസ് ആയിക്കൊണ്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അയറൺ ഡിഫിഷ്യൻസി അനീമിയ വരുന്ന സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പ്രസവ സമയത്തല്ലേ നല്ലോണം ബ്ലീഡിങ് ആണല്ലോ, ആ സമയത്തല്ലേ ഞങ്ങൾ പോസ്റ്റ്പാർട്ടം ഹെമറേജ് പറയും. ആ സമയത്ത് കൂടുതൽ ബ്ലീഡിങ് ആണത് കൊണ്ട് ബ്ലഡ് കുറവാൻ സാധ്യത ഉണ്ട്. നെക്സ്റ്റ് ചില ബ്ലഡ് വെസൽ തന്നെ വേഗ ഇത് ഡിസ്ട്രോയ് ആയിക്കൊണ്ടുണ്ടാവും ബ്ലഡ് സെൽസ്. അങ്ങനെ ഉണ്ടാവുമ്പോഴും ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് സിമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞു. ഹെലിക്കോബാക്ടർ പൈലോറി പറഞ്ഞിട്ട് ഒരു ബാക്ടീരിയ ഉണ്ട്, അതിന്റെ ഇൻഫെക്ഷൻ ആയെങ്കിലും ഇത് ബ്ലഡ് കുറവാൻ സാധ്യത ഉണ്ട്. ചില ഗുളിക ചില മരുന്നിന് ഇപ്പൊ ആസ്പിരിൻ ഗുളിക കൂടുതലായിട്ട് കഴിച്ചുകൊണ്ട്, പിന്നെ പെയിൻ കില്ലേഴ്സ് ചില ആൾക്കാർ ഡോക്ടേഴ്സ് പറയാതെ വെറുതെ പെയിൻ കില്ലർ തിന്നുകൊണ്ടുണ്ടാവും. ഇങ്ങനെ നടുവേദനയുണ്ട്, തലവേദനയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ക്രോണിക് ആയിട്ട് എപ്പോഴും ഓരോരൊക്കെ തിന്നെങ്കിലും ഒരു പ്രശ്നം വരില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇത് മാസം മുഴുവൻ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കും. അത് തിന്നെങ്കിൽ ക്ഷീണിച്ച് പോയിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. അത് തിന്നാതെ അവർക്ക് വേദന മാറുന്നില്ല പറഞ്ഞിട്ട് തിന്നുകൊണ്ടുണ്ടാവും. ഇങ്ങനെ ഗുളിക കഴിക്കുമ്പോൾ, പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസിന്റെ ഗുളിക കഴിക്കുമ്പോഴും അയറൺ കുറവാണ് സാധ്യത ഉണ്ട്. പിന്നെ ചില ആൾക്കാർ ഭക്ഷണത്തിൽ തന്നെ പ്രശ്നം ഉണ്ടാവും. അതിനെ ഇൻക്രീസ്ഡ് അയറൺ ഇൻടേക്ക്, അവർ അയറൺ എടുക്കുന്നതേ അവരുടെ ദേഹത്തിന്റെ ഉള്ളിൽ പോകുന്നതേ കുറവ് പറഞ്ഞെങ്കിൽ അവർ ഭക്ഷണത്തിലെ അയറൺ എടുക്കുന്ന ഫുഡിലെ അയറൺ കുറവുണ്ടാവും. ചില ആൾക്കാർ ഇപ്പോ ഫുൾ വെജിറ്റേറിയൻ ഉണ്ട് ആളാള്, ചില ആൾക്കാർ പാലും കുടിക്കില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോ എന്താ അവരെ വീഗൻ പറയുന്നത്. വീഗൻ പറഞ്ഞെങ്കിൽ അവർ എനിമൽ പ്രോഡക്ട്സ് ഒന്നും എടുക്കുന്നില്ല, പാലും കുടിക്കാത്ത ആളുണ്ട്. അങ്ങനത്തെ ഉണ്ടാകുമ്പോ എന്താണ്, വെറുതെ വെജിറ്റബിൾസ് മാത്രം കഴിച്ചിട്ട് പാലും കുടിക്കില്ലെങ്കിൽ അവർക്ക് അയറൺ കിട്ടുന്നത് കുറവാണ്. ഫുള്ളി വെജിറ്റേറിയൻ ആൾ അറ്റ്ലീസ്റ്റ് പാലായാലും കുടിക്കണം. പിന്നെ ചില മാംസഭക്ഷണങ്ങൾ തിന്നുന്ന ആൾക്ക് അത് മാംസം ശരിക്ക് വേവിക്കാത്തുണ്ടാവുമ്പോൾ അതിനകത്ത് ചില ഇൻഫെക്ഷൻസ് ഉള്ളത് അത് ദേഹത്തിന്റെ ഉള്ളിലെ പോയെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അതിനകത്തുള്ള അയറൺ അബ്സോർബ് ആവില്ല. ഇന്നൊരു പ്രഗ്നൻസി ചില ആൾക്കാർ എന്താവും, വേഗം ഗർഭം ധരിക്കും. പിന്നെ ഇന്നൊരു ഗർഭത്തിന്റെ നടുവിൽ ഒരു 2 to 3 years ഗ്യാപ്പ് ഉണ്ടാവില്ല. ഈ പ്രഗ്നൻസി ആവാൻ ദേഹത്തിന് കുറെ അയറണിന്റെ ആവശ്യം ഉണ്ടാവും. ഈ അയറൺ ഈ ബ്ലഡിന്റെ ആവശ്യം ഉണ്ടാവും. ഈ ബ്ലഡിന്റെ ആവശ്യം പ്രഗ്നന്റ് ഉണ്ടാകുമ്പോഴും ദേഹത്തിലെ ബ്ലഡ് കുറവാണ്. അത് കഴിഞ്ഞിട്ട് പ്രസവിക്കുമ്പോൾ ബ്ലഡ് കുറവാണ്. ഇത് പിന്നെ ഞങ്ങളെ ദേഹത്തിലെ റീബിൽഡ് ആവാണ്. പിന്നെ ഞങ്ങളെ ദേഹത്തിലെ പിന്നെ അത്ര ചോര കിട്ടാന് കുറെ സമയം പിടിക്കും. സാധാരണ ഒരു കൊല്ലായാലും മിനിമം ബ്ലഡ് വേണം. അപ്പോ ഈ ഒരു കൊല്ലത്തിലെ ഈ 2 കൊല്ലത്തിലെല്ലാം ബ്ലഡ് ഞങ്ങളുടെ ദേഹത്തിന് പിന്നെ കിട്ടുന്ന മുമ്പേ പിന്നെ ഗർഭധരിച്ചും, പിന്നെ കുഞ്ഞിക്കും അമ്മക്കും രണ്ടാൾക്കും ബ്ലഡിന്റെ ആവശ്യമുണ്ട്. പിന്നെ പ്രസവിക്കുമ്പോൾ ബ്ലഡ് ലോസ്. ഇങ്ങനെ ആയിക്കൊണ്ട് ദേഹത്തിലെ അയറൺ ഡിഫിഷ്യൻസി, ഈ ഇത് ചുവന്നങ്ങളെ കുറവ് കാണുന്ന സാധ്യതയുണ്ട്. പിന്നെ വളരുന്ന കുട്ടികൾ കൂടുതലായിട്ട് അയറണിന്റെ ആവശ്യം വരും. ഈ അഡോളസെന്റ് പറയുന്നില്ല, ഇത് കൗമാര്യത്തിന്റെ അവസ്ഥയില് ചോരന്റെ ആവശ്യം കൂടുതൽ വരും. പിന്നെ മെൻസ്ട്രൽ ബ്ലഡ് ലോസ്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. സാധാരണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത ശേഷം ഒരു 6 മണിക്കൂർ 6 മാസമായാലും ഗ്യാപ്പ് കൊടുക്കണം. 6 മാസം ഗ്യാപ്പ് കൊടുക്കാതെ പിന്നെ ബ്ലഡ് കൊടുത്തുകൊണ്ട് നിന്നെങ്കിലും ഞങ്ങൾക്ക് ചോര കുറവാൻ സാധ്യത ഉണ്ട്.
ഡയറ്റില് ഇതെല്ലാം പറഞ്ഞു തോന്നിയാണ്. വിറ്റാമിൻ സി കുറവായെങ്കില് സാധാരണ ഈ ടീ പിന്നെ കോഫി കൂടുതലായിട്ട് കുടിക്കുന്ന ആൾക്ക്, പിന്നെ ആൽക്കഹോൾ എല്ലാം എടുക്കുന്ന ആൾക്ക് വിറ്റാമിൻ സി കുറവാണ് സാധ്യത ഉണ്ട്. വിറ്റാമിൻ സി ആണ് മെയിൻ ആയിട്ട് ഈ അയൺ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ വിറ്റാമിൻ കുറവാകുമ്പോൾ എന്താവും, ദേഹത്തിൽ അയറൻ കുറവാണ്. അയറൻ കുറവാകുമ്പോൾ ഹീമോഗ്ലോബിനും കുറവാകും. പിന്നെ ലൂസ് മോഷൻ, അപ്പപ്പ ലൂസ് മോഷൻ ആണത്. ഇതിന് ഡഹേരിയ പറയും. പിന്നെ ഞാൻ അതിൽ പറഞ്ഞ പോലെ സീലിയാക് ഡിസീസ്, അതൊരു കൊടലിന്റെ ഡിസീസ് ആണ്. പിന്നെ ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഈ ഗുളികന്റെ എല്ലാം ഞാൻ പറഞ്ഞു. കേൾക്കുന്നില്ലേ? ഓക്കെ. ദെൻ വിറ്റാമിൻ ഡിഫിഷ്യൻസി. ഡിഫിഷ്യൻസി അല്ലാതെ വിറ്റാമിൻ B12 ഡിഫിഷ്യൻറ്റി കുറവായെങ്കിലും, പിന്നെ വിറ്റാമിൻ സി കുറവായെങ്കിലും, ഫോലിക് ആസിഡിന്റെ കുറവായെങ്കിലും ബ്ലഡ് കുറവാൻ സാധ്യത ഉണ്ട്, ഹിമോഗ്ലോബിൻ കുറവാവുന്ന സാധ്യത ഉണ്ട്. പിന്നെ ഒരാൾക്ക് ഹീമോഗ്ലോബിൻ കുറവായെങ്കിൽ ഏതെല്ലാം സംഗതികളും പ്രശ്നങ്ങളും അവർ ദേഹത്തിലെ കാണും. സിംറ്റംസ് പറയും അവർക്ക് എങ്ങനെ ഒരു പേഴ്സൺ അവർക്ക് ഫീൽ ആണ്. ഫെറ്റീഗ് പറഞ്ഞെങ്കിൽ നല്ലോണം ക്ഷീണം ഉണ്ടാവും അവർക്ക്. എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ മതി, ഇനി ചെയ്യാൻ തോന്നുന്നില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്തെങ്കിലും പണി ചെയ്യാൻ. വേഗം ബോറാണ് അവർക്ക്. എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ ഒരു ക്ഷീണ പിടിച്ച പോലെയാണ്. പഠിക്കുന്ന കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല ക്ലാസ്സിലെ. കുറെ സമയം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉറക്ക വന്ന പോലെ എല്ലാണിത്. പിന്നെ നടക്കുമ്പോൾ അവർക്ക് ശ്വാസക്കുറവ്, ശ്വാസമുട്ട് പോലെയാണ്. ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പോലെയാണ്. ഇപ്പൊ സ്റ്റേഴ്സിലെ കയറുമ്പോൾ കുറച്ച് ശ്വാസത്തിന്റെ പ്രശ്നം വരുന്നത്. പിന്നെ തലകറക്കലും, ഡിസിനെസ് പറഞ്ഞെങ്കിൽ തലകറക്കല്. പിന്നെ അവർക്ക് പെയിൽ ഉണ്ടാവും. അവരെ കൈയും എല്ലാം നോക്കുമ്പോൾ മനസ്സിലാണ്. ഡോക്ടർ സാധാരണ അവരെ നഖം നോക്കും, പിന്നെ കണ്ണിങ്ങനെ ചെയ്തിട്ടും നോക്കും. കണ്ണ് കറക്റ്റ് ആയിട്ട് ഇവിടെ പിങ്ക് ഉണ്ടാ, പിന്നെ പേൽ ഉണ്ടാ. ചിലപ്പോ ഈ ചുണ്ടും പേൽ ഉണ്ടാവും. ബോഡി സ്കിൻ കുറച്ച് യെല്ലോ കളർ ഇല്ല പേൽ കളർ ഉണ്ടാവും. അപ്പൊ മനസ്സിലാണ് ഇവർക്ക് ചോരക്കുറവ് പറഞ്ഞിട്ട്. പിന്നെ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുതൽ ഉണ്ടാവും ഇവർക്ക്. പിന്നെ ഇത് വെയിറ്റ് ലോസ്, എല്ലാവർക്കും വെയിറ്റ് ലോസ് ആണോ പറഞ്ഞിട്ടില്ല, വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ കൈ വിരലും കാലിന്റെ ഇതെല്ലാം കുറച്ച് തെരിപ്പും ഒരു സെൻസേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ബോഡി എല്ലാം പെയിൻ ഉണ്ടാവും. ചില ആൾക്കാർ നടുവേദന, കാൽവേദന അപ്പൊ പറഞ്ഞുകൊണ്ടുണ്ടാവും. അവർക്ക് ടെസ്റ്റ് ആക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവുള്ള സാധ്യത ഉണ്ട്. പിന്നെ മെന്റൽ ഒരു കൺഫ്യൂഷൻ പോലെ ഉള്ളത്, ഇതെല്ലാം സാധാരണ ഉണ്ടാവും. ഇത് ഹീമോഗ്ലോബിൻ കുറവുള്ള ആൾക്ക്, അത് നല്ലോണം കുറവുള്ള ആൾക്ക്, കുറച്ച് 1 ഗ്രാമെല്ലാം കുറവുള്ള ആൾക്ക് ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഏത് ഫുഡില് സാധാരണ ഞങ്ങൾക്ക് ഐറൺ കൂടുതൽ കിട്ടുന്നത്, സാധാരണ എല്ലാ സീ ഫുഡ്, ഫിഷ്, ജെല്ലി ഫിഷ്, ഷെൽ ഫിഷ്, ഇതിനകത്തെല്ലാം ഐറൺ കൂടുതൽ ഉണ്ടാവും. പിന്നെ ഈ പച്ച ഇത് എന്താ പറയുന്നത്, തരക്കാരി, പച്ചക്കറി കൂടുതൽ പച്ച കളർ ഉള്ളത്, ഇല പറയുന്നില്ലേ, ഇല അങ്ങനത്തതല്ല. സാധാരണ പാലക്ക്, സ്പിനാച്ച്, പിന്നെ വേറെ അല്ല ബ്രൊക്കോലി, നിങ്ങൾ എന്താ പറയുന്നത് ബ്രൊച്ചോലി, അതെന്തോ അങ്ങനത്തതെല്ലാം വരുന്നല്ലേ ഗ്രീൻ കളറിന്റെ, അങ്ങനത്തെ സാധാരണ കൂടുതൽ അങ്ങനത്തെ വെജിറ്റബിൾസ് ഉണ്ടാവുമ്പോൾ അതിനകത്ത് ഐറൺസ് കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഐറൺ കൂടുതലുള്ള ഇങ്ങനത്തെ പച്ച കളറിന്റെ തർക്കാരി, പിന്നെ പീസ്, ബട്ടാണി പറയുന്നില്ലേ, പീസിലെ കൂടുതൽ ഉണ്ടാവും. പിന്നെ ധാന്യങ്ങൾ ഇങ്ങനെ പച്ചപ്പയറും, പിന്നെ ഇത് രാജ്മ, അങ്ങനത്തെ ഇതിനകത്ത് ഐറൺ കൂടുതൽ ഉണ്ടാവും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് പറയുന്നു, ഡാർക്ക് ചോക്ലേറ്റ് ഇതിനകത്ത് ഐറൺ കൂടുതൽ ഉണ്ടാവും. ഇത് കുമ്പളത്തിന്റെ ബീജ, അതിനകത്ത് വിത്ത് ഉണ്ടല്ലേ, കുമ്പളത്തിന്റെ വിത്തിലെ കൂടുതൽ ഐറൺ ഉണ്ടാവും. വിനോൽ ഉണ്ടാവും, ടർക്കിൽ ഉണ്ടാവും. ഇതാണ് സാധാരണ കൂടുതൽ ഐറൺ ഉള്ള ഫുഡാണ്. പിന്നെ ഏതെല്ലാം ഫ്രൂട്ടിൽ ഐറൺ കൂടുതൽ ഉണ്ടാവും, ഇത് ഉണങ്ങിയ ഉണക്ക വന്ന മൂന്തരിങ്ങ, പിന്നെ അനാനസ്, പൈനാപ്പിൾ, വാട്ടർ മെലൺ, സ്ട്രോബെറി, പിന്നെ ഇത് എന്താ പറയുന്നത്, വേറെ വേറെ ബെറീസ്, പ്ലംസ്, ഇതിനകത്തെല്ലാം. പിന്നെ അന്നാറിലെ കൂടുതൽ ഉണ്ടാവും ഐറന്. ഈത്തപ്പഴത്തില് ഐറൺ കൂടുതൽ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ തിന്നെങ്കിൽ സാധാരണ ഐറൺ കൂടുതൽ കിട്ടുന്ന സാധ്യത ഉണ്ട്. സാധാരണ മൽബറീസ്, ബ്ലാക്ക് കറന്റ്, ഇതിനകത്തെല്ലാം ഐറൺ കൂടുതൽ ഉണ്ടാവും. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഇത് ഗ്രീൻ വെജിറ്റബിൾസ്, സാധാരണ ഇങ്ങനത്തെ കൂടുതൽ ഗ്രീൻ ഉള്ള എല്ലാ വെജിറ്റബിൾസിലെ ഐറൺ കണ്ടന്റ് ബാക്കി വെജിറ്റബിൾസിനേക്കാൾ കൂടുതലേ ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഐറൺ കൂടുതലുള്ള ഇല, ഇങ്ങനത്തതെല്ലാം ഉണ്ടാവല്ലേ, അങ്ങനത്തെ സാധനത്തില് സ്പിനാച്ച്, പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, നിങ്ങൾ എന്താ പറയും ഉരുളക്കിഴങ്ങ, എനിക്ക് മലയാളത്തിൽ കൃത്യമായിട്ട് അറിയുന്നില്ല. പിന്നെ പീസ്, ഇത് ബ്രോക്കോലി പറയുന്നില്ല അതും. പിന്നെ സ്ട്രിങ് ബീൻസ്, ബീറ്റ് ഗ്രീൻസ്, കൊല്ലാഡ്സ്, ഇതിനകത്തെല്ലാം സാധാരണ കൂടുതലേ ഉണ്ടാവും. പിന്നെ ഏത് സംഗതി നിങ്ങൾക്ക് ഐറൺ അബ്സോർപ്ഷൻ ചെയ്യാൻ പ്രിവെന്റ് ചെയ്യും, സാധാരണ ആൽക്കഹോൾ, ചീസ്,
മിൽക്കിന്റെ ബാക്കി പ്രോഡക്ട്സ് അത് കൂടെ ഞങ്ങൾ ഐറൺ ടാബ്ലറ്റ്സ് മിൽക്കിന്റെ കൂടെ എടുക്കേണ്ട പറയൂ പേഷ്യന്റ്മാർക്ക്. പിന്നെ ഇത് ടീ കോഫി എല്ലാം കൂടുതൽ കുടിക്കുന്ന ആൾ, ആൽക്കഹോൾ അല്ല കൂടുതൽ കുടിക്കുന്ന ആൾക്ക് ഐറൺ അബ്സോർപ്ഷൻ കുറവുണ്ടാവും. പിന്നെ ഐറൺ അബ്സോർപ്ഷൻ കൂട്ടാനുണ്ടെങ്കിൽ വിറ്റാമിൻ സി ഉള്ള ഫ്രൂട്ട്സ് അധികം എടുക്കേണ്ടി വരും. വിറ്റാമിൻ സി അധികമുള്ള ഫ്രൂട്ട്സ് ആണ് ഇത് ഓറഞ്ച്, പിന്നെ മാൻഡറിന്, പിന്നെ ചെറുപുള്ളി, ലെമണ്, പിന്നെ അനാനസും, പിന്നെ ഇത് എന്താ ബെൽ പെപ്പേഴ്സ്, സ്ട്രോബെറി, ഇതിനകത്തെല്ലാം സാധാരണ കൂടുതൽ സിട്രിക് ആസിഡ് ഉണ്ടാവും. സിട്രിക് ആസിഡിൽ വിറ്റാമിൻ സി കൂടുതൽ ഉണ്ടാവും. അപ്പൊ വിറ്റാമിൻ സി കൂടുതലുള്ള ഫുഡ് കൺസ്യൂം ചെയ്തെങ്കിൽ ഐറൺ അബ്സോർപ്ഷൻ കൂടും, ഹീമോഗ്ലോബിൻ കൂടും. നെക്സ്റ്റ് വരുന്നത് ഏതെല്ലാം ടെസ്റ്റും ചെയ്യും. സാധാരണ ഡോക്ടർ എന്തെല്ലാം ടെസ്റ്റ് ചെയ്യും? സാധാരണ ഡോക്ടറും കണ്ണിന്റെ ഉള്ളിലെ പെയിൽ ഉണ്ടാ ഇല്ല പിങ്ക് ഉണ്ടാ നോക്കും, ചുണ്ടെല്ലാം പിങ്ക് ഉണ്ടാ നോക്കും, നഖങ്ങൾ പിങ്ക് ഉണ്ടാ ഇല്ല വൈറ്റ് ഉണ്ടാ പേലായിട്ടുണ്ടാ നോക്കും. പിന്നെ ഹിമോഗ്ലോബിൻ നോക്കും. ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ സാധാരണ ഞങ്ങൾ 11 വരെ ഇറ്റ്സ് ഓക്കെ, 11നേക്കാൾ കുറവുണ്ടെങ്കിൽ കുറച്ച് ബ്ലഡ് കുറവും പറയൂ. 8നേക്കാൾ കുറവുണ്ടെങ്കിൽ 9, 8 ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറവ്. പിന്നെ 7നേക്കാൾ കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലഡ് കൊടുക്കേണ്ടി വരും, നല്ലോണം കുറവ് അങ്ങനത്തെ ഉള്ള ആള്. പിന്നെ മൈക്രോസ്കോപ്പിൽ നോക്കൂ ഏത് ടൈപ്പിന്റെ അനീമിയ പറഞ്ഞെങ്കിൽ. ഇപ്പൊ ഐറൺ കുറവുണ്ടെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വേറെ ടൈപ്പ് കാണും. ഇപ്പൊ വിറ്റാമിൻ B12 കുറവുണ്ടെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് വേറെ ടൈപ്പ് കാണും. അതൊരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ ഇപ്പൊ സിക്കൽ സെൽ അനീമിയ പറഞ്ഞെങ്കിൽ ബ്ലഡ് സെല്ലിന്റെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ മൈക്രോസ്കോപ്പിൽ നോക്കും ഏത് ടൈപ്പിന്റെ അനീമിയ. പിന്നെ സ്കാനിങ് വേണ്ടി വരും. സ്കാനിങ് പറഞ്ഞെങ്കിൽ ഇപ്പൊ റീനൽ സ്റ്റോൺസ് ഉണ്ടാവും. ഇപ്പൊ കിഡ്നിയിൽ കല്ലുണ്ടെങ്കിലും അനീമിയ വരുന്ന സാധ്യത ഉണ്ട്. കിഡ്നി കല്ലുണ്ടാവുമ്പോൾ എന്താവും ബ്ലഡ് ലോസ് ആവുക. ചെറിയ ചെറിയ ഇത് സ്റ്റോൺസ് പാസ്സാക്കുമ്പോൾ അവിടെ ഈ മതിലിനെ ചെറിയ മുറിയായിട്ടുണ്ടാവും. അത് കണ്ണുക്ക് കാണുന്നില്ല, അത് മൈക്രോസ്കോപ്പ് ആയാലും കാണും. അതിനകത്ത് കുറച്ച് ചെറിയ ബ്ലഡ് സെൽസ് എല്ലാം ലോസ് ആകാൻ സാധ്യത ഉണ്ട്. യൂറിൻ ഇൻഫെക്ഷൻ ആയെങ്കിൽ ബ്ലഡ് ലോസ് ആവും. ചിലപ്പോൾ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാവും, ഉള്ളിലെ ബ്ലീഡിങ് ഉണ്ടാവും, അപ്പോൾ ബ്ലഡ് ലോസ് ആണ്. എന്തെങ്കിലും ഫൈബ്രോയിഡ് ഉണ്ടാവും, ഇപ്പോൾ ഗർഭസഞ്ചിയിൽ മുള ഉണ്ടാവുമ്പോഴും നല്ലോണം ബ്ലഡ് ലോസ് ആണ്. അപ്പൊ ഇതെല്ലാം സംഗതി ഉണ്ടായില്ല നോക്കാൻ ഞങ്ങൾ സ്കാനിങ് ചെയ്യും. പിന്നെ നല്ലോണം ബ്ലഡ് കുറവുള്ള ആൾക്ക് സ്പ്ലീനും ലിവറും രണ്ടും വലുതായിട്ടുണ്ടാവും. ഞങ്ങൾ അതിനെ സ്പ്ലീനോമെഗാലി ഇല്ല, ഇത് ഹെപ്പറ്റോമെഗാലി പറയൂ. സ്പ്ലീനും ലിവർ ഇത് രണ്ടും ടിഷ്യൂ വലുതായിട്ടുണ്ടാവും. അപ്പോൾ ബ്ലഡ് ഏത് ടൈപ്പിന്റെ ബ്ലഡ് ലോസും മനസ്സിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സ്കാനിങ് വേണം. പിന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ വെറുതെ ഹിമോഗ്ലോബിൻ മാത്രമല്ല, ഞങ്ങൾ പാക്കറ്റ് സെൽ വോളിയം അങ്ങനത്തെ എല്ലാം നോക്കും. പറഞ്ഞെങ്കിൽ ബ്ലഡിലെ സാധാരണ സീറം എത്ര ഉണ്ടാവും, ബ്ലഡിന്റെ ഇത് എന്താ സെഡിമെന്റ് ആണ് റേറ്റ് എങ്ങനെ ഉണ്ടാവും, അതെല്ലാം നോക്കും. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കും, അത് നോക്കേണ്ടി വരും. ചിലപ്പോൾ എന്താവും ഹീമോഗ്ലോബിന് ചില ബ്ലഡ് ക്യാൻസറിൽ കുറവുണ്ടാവും. അപ്പോൾ ഫുൾ ബ്ലഡ് കൗണ്ട് നോക്കേണ്ടി വരും നല്ലോണം ബ്ലഡ് കുറവുള്ള ആൾക്ക്. പിന്നെ സ്റ്റൂൾ ഫോർ അക്കൾട്ട് ബ്ലഡ്, ഇപ്പൊ മോഷൻ പാസ് ചെയ്യുമ്പോഴും ചിലപ്പോൾ അതിനകത്ത് ബ്ലഡ്, ഇപ്പൊ പൈൽസിന്റെ അസുഖം എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ മോഷൻ പാസ് ആക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഉണ്ടാവും. ഈ പൈൽസിൽ ചില ആൾക്കാർക്ക് നല്ലോണം ബ്ലഡ് എല്ലാം ലോസ് ആവും. അപ്പൊ അതെല്ലാം ഉണ്ടാ നോക്കേണ്ടി വരും. ചിലപ്പോൾ അത് പൈൽസ് ഇല്ലാത്ത ആൾക്കും ഇത് മോഷനിലെ ബ്ലഡ് ലോസ് ആവുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടാ നോക്കേണ്ടി വരും. അപ്പൊ ഇന്റസ്റ്റൈനുള്ളിൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒന്നും സിംറ്റംസ് ഉണ്ടാവില്ല. മോഷനിൽ ചെക്ക് ആക്കുമ്പോൾ അതിനകത്ത് ബ്ലഡ് കണ്ടെങ്കിൽ അവർ കൊലോനോസ്കോപ്പി ചെയ്തിട്ട് നോക്കും ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ യൂറിൻ മൈക്രോസ്കോപ്പി നോക്കണം, അതന്നെ യൂറിനിലെ ഇൻഫെക്ഷൻ ഉണ്ടായില്ല കാണാൻ. ഇത്രയാണ്. പിന്നെ ഏതെല്ലാം ട്രീറ്റ്മെന്റ്, ഇനി ഇതെല്ലാം ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് ഇനി ട്രീറ്റ്മെന്റ്. സാധാരണ ഞങ്ങൾക്ക് ഒരു ആൾക്ക് ഹിമോഗ്ലോബിൻ കുറവ് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഞങ്ങള് ഇത് ആലോചിക്കുന്നത് അവർക്ക് ഇത് എറൈന്റെ പ്രശ്നം ഉണ്ടാ പറഞ്ഞിട്ട് ആലോചിക്കുന്നത്. എറൈന്റെ ചില ആൾക്കാർക്ക് സിംറ്റംസ് ഉണ്ടാവില്ല. എല്ലാവർക്കും എറൈന്റെ പ്രശ്നമുള്ള ആൾക്ക് അവിടെ പുറത്തു പോകുന്ന സ്ഥലത്തിൽ ചൊറച്ചില ഇല്ല, മോഷൻ പോകുമ്പോൾ എറെ പാസ്സാക്കുന്നത് ഇങ്ങനത്തെ എല്ലാം ചിലപ്പോൾ ഉണ്ടാവില്ല. വയറ്റിന്റെ ഉള്ളിൽ എറൈന്റെ പ്രശ്നം ഉണ്ടാവും. ഈ ക്രിമിന്റെ ശല്യം ഉണ്ടാവുമ്പോൾ അവർക്ക് ഞങ്ങള് ഈ എറൈന്റെ ഗുളിക തരും. ഇല്ലെങ്കിൽ റെഗുലർ ആയിട്ട് എല്ലാവർക്കും 6 മാസത്തിലൊരിക്കൽ എറൈന്റെ ഗുളിക തിന്നാൻ പറയും. ഈ എറൈന്റെ ഗുളിക തിന്നുമ്പോൾ എന്താണ് ആ എറയെല്ലാം നാശം പെടും. എറയിന്റെ ഇൻഫെക്ഷൻ എങ്ങനെ വരുന്നത് അത് ആദ്യം ആലോചിക്കണം. ചിലപ്പോൾ എന്താക്കും, ഞങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ ശരിക്കും വേവിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, ഈ ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ തുറന്നു വെക്കുമ്പോ അതിന്റെ മുകളിൽ വന്നിട്ട് ഈ സ്വീറ്റ്സ് എല്ലാം തുറന്നു വെക്കും. ബേക്കറിന്റെ സാധനങ്ങൾ കൊണ്ടുവരുമ്പോ ആ ഈ സ്വീറ്റ്സ് എല്ലാം ഓപ്പൺ ഉണ്ടാവല്ലേ, ഈ ഓപ്പൺ ഉള്ള മുട്ടായിന്റെ മുകളിലെ ഇല്ല ഫ്രൂട്ട്സിന്റെ മുകളിലെല്ലാം ഈ ചെറിയ ഈച്ച വന്നിട്ട് ഇരിക്കും. ഈ ഈച്ച ഉണ്ടല്ലോ, ഇത് സാധാരണ ശുദ്ധമുള്ള സ്ഥലത്തിൽ ഇരുന്നില്ല, ഏതായാലും ഒരു ഇത് എന്താ കുഴപ്പമുള്ള സ്ഥലത്തിൽ തന്നെ ഇരിക്കുന്നതാണ്. അത് ആടെ സ്ഥലത്തിലെല്ലാം ഇരുന്നിട്ട് വന്നിട്ട് ഞങ്ങളെ ഫുഡിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ എന്താണ് ഈ ഫുഡ് ഇൻഫെക്ഷൻ ആണ്. പിന്നെ അതിനകത്ത് ഈ എറയിന്റെ മുട്ടെല്ലാം ഉണ്ടാവും, അതെല്ലാം ഈ ഫുഡിന്റെ മുകളിൽ ഇരിക്കും.
നിൽക്കും. ഞങ്ങൾക്ക് അത് കാണുന്നില്ല, കണ്ണുക്ക് കാണാത്തത് കൊണ്ട് എന്താവും, ഈ ബേക്കറിനെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇല്ല ഞങ്ങളെ വീട്ടിൽ തന്നെ. ചിലപ്പോൾ ഞങ്ങൾ ശരിക്കും ഫ്രൂട്ട്സ് എല്ലാം മൂടി വെക്കുന്നില്ല, അതിന്റെ മുകളിൽ ഈ ചെറിയ ചെറിയ ഈച്ചെല്ലാം പറഞ്ഞിട്ട് ഇരിക്കും. അത് ഇരിക്കുന്ന സമയത്തിൽ അതിനകത്ത് ഇൻഫെക്ഷൻ ആണ്. ഈ ഭക്ഷണങ്ങൾ ഞങ്ങൾ തിന്നു. അപ്പോൾ ഈ എറയിന്റെ മുട്ടയെല്ലാം ഞങ്ങളുടെ ദേഹത്തിന്റെ ഉള്ളിൽ പോകും. ഈ എറ ഞങ്ങളുടെ ദേഹത്തിൽ പോയിട്ട് പിന്നെ ഇങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ എന്താക്കും, കിണലിനെ ഡയറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കും. വെള്ളം വേവിക്കുന്നില്ല, ഇല്ല വെള്ളം വേവിച്ചിട്ട് ഞങ്ങൾ കുടിക്കുന്നില്ല. അപ്പൊ ഈ വെള്ളത്തിലും ചിലപ്പോൾ ഈ ചെറിയ ചെറിയ കൃമികൾ ഉള്ളത് ഞങ്ങളുടെ ദേഹത്തിന്റെ ഉള്ളിലും കയറും. ചിലപ്പോൾ ഇറച്ചി ഞങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ശരിക്കും വേവിച്ചിട്ടുണ്ടാവില്ല, അതിനകത്ത് ഇറച്ചിയിലുള്ള ഇൻഫെക്ഷൻ ഞങ്ങളുടെ ദേഹത്തിന്റെ ഉള്ളിൽ പോയെങ്കിൽ എറയുടെ ശല്യങ്ങൾ വരുന്ന സാധ്യത ഉണ്ട്. ഏതായാലും ഞങ്ങൾ ശരിക്കും വേവിക്കില്ല. വേവിക്കാതെ ഫുഡ് എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് തിന്നുന്ന ചില വെജിറ്റബിൾസ് സലാഡ്സ് എല്ലാം ആക്കിയിട്ട് തിന്നുന്നത്, ഇല്ല ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ വേവിക്കാത്ത തിന്നുന്നു. അപ്പൊ ആ വേവിക്കാത്ത തിന്നുന്ന സാധനങ്ങൾ ശുദ്ധ വേണം, അതും കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യണോ. ക്ലീൻ ചെയ്ത ശേഷം അതിനകത്ത് അതിന്റെ മുകളിൽ ഒന്നും ഇൻഫെക്ഷൻ വന്നിട്ട് നിൽക്കാതെ പോലെ, എന്താ ഒരു ഇതെല്ലാം ഏത് കൃമിയെല്ലാം വന്നിട്ട് നിൽക്കാത്ത പോലെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും അതിന്. അങ്ങനത്തെ ഞങ്ങൾ ഒരു പ്രിക്കോഷൻ എടുത്തില്ലെങ്കിൽ, അത് മൂടി വെക്കാത്ത വെച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇൻഫെക്ഷൻ ആണ് സാധ്യത ഉണ്ട്. അപ്പൊ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് ഈ എറയുടെ ശല്യം വരാത്ത പോലെ നോക്കണം. പിന്നെ 6 മാസത്തിലൊരിക്കൽ ഗുളിക കഴിക്കുന്നത് നല്ലത്. നെക്സ്റ്റ് വരുന്നത് ഞങ്ങൾക്ക് ഹിമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ ഐറൺ സപ്ലിമെന്റ്സ് വരും. ഈ ഗുളികയാണ്, ഡോക്ടറെ അടുത്ത് പോയെങ്കിൽ അവർ ഗുളികയും തരും. വെറൈറ്റി ഗുളിക ഉണ്ട് ഇതിനകത്ത്, വേറെ വേറെ ടൈപ്പിന്റെ ഗുളിക ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ, നല്ലോണം ഐറൺ കുറവുണ്ടെങ്കിൽ, നല്ലോണം ഹിമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ഉണ്ടാവും ഐറണിന്റെ. അതിനേക്കാൾ കുറവുണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ചോര കൊടുക്കേണ്ടി വരും, ബ്ലഡ് കൊടുക്കേണ്ടി വരും. പിന്നെ ട്രീറ്റ്മെന്റ് ഫോർ അണ്ടർലൈൻ കോസ് പറഞ്ഞെങ്കിൽ, ഉള്ളിൽ ഏത് റീസൺ ഇവർക്ക് ബ്ലഡ് കുറവാവുന്ന ഏത് റീസൺ, ആ റീസൺ ട്രീറ്റ്മെന്റ് ചെയ്യണം. പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർക്ക് യൂറിൻ ഇൻഫെക്ഷൻ അപ്പൊ ആയിക്കൊണ്ടുണ്ട്, അപ്പോൾ യൂറിൻ ഇൻഫെക്ഷനിനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അവർക്ക് ഗ്യാസ്ട്രിക് അൾസർ ഉണ്ട്, അവർക്ക് ഉദരത്തിന്റെ ഉള്ളിലെ വയറ്റിന്റെ ഉള്ളിലെ അൾസർ ഉണ്ടെങ്കിൽ ആ അൾസർ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇല്ല അവർക്ക് പൈൽസിന്റെ അസുഖമുണ്ട്, അപ്പൊ പൈൽസ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇല്ല അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ട്, അപ്പൊ ഫൈബ്രോയിഡിന് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അവർക്ക് മാസക്കുളി വരുമ്പോൾ നല്ലോണം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേണം. ഇപ്പൊ അടുത്തടുത്ത് ഗർഭധരിക്കുന്ന ആണെങ്കിൽ അവർക്ക് പറയണം, ഇത് ആയത്ര ഗ്യാപ്പ് കൊടുക്കണം. ഒരു കുഞ്ഞിയെ കഴിഞ്ഞിട്ട് ഇന്നൊരു കുഞ്ഞിയെ നടുവിൽ ഒരു 2 to 3 years ആയാലും മിനിമം ഗ്യാപ്പ് വേണം. അത്രയായാലും ഒരു ഗ്യാപ്പ് കൊടുക്കണോ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞിട്ട് തരണം. അവർക്ക് എന്തെങ്കിലും ഇത് എന്താ ഗർഭം നിൽക്കാത്ത പോലെ എന്തെങ്കിലും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇല്ല അവർക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് വേണം. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് അണ്ടർലൈൻ കോസ് പറഞ്ഞെങ്കിൽ അത് ഉള്ളിലുള്ള ഏത് സംഗതി അതിനെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ഇതാണ് ട്രീറ്റ്മെന്റ്. അത്രേ. താങ്ക് യു. എന്റെ ടോക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഐ തിങ്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എനിക്ക് അറിയുന്നത്ര ഞാൻ പറയാം. നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള സെഷൻ തന്ന ഡോക്ടർ മായ മാമിനോട് സംശയങ്ങൾ ചോദിക്കാനുള്ളവർ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്യുക. സോ അപ്പൊ ആർക്ക് വേണമെങ്കിലും സംശയം ചോദിക്കാം. ഫ്രം ഉഷ രവീന്ദ്രൻ. എനിബഡി? സൗണ്ട് ആക്കണ്ട. ನಮಸ್ಕಾರ ಮ್ಯಾಮ್. ನಮಸ್ಕಾರ. ಒಳ್ಳೆದಾಯ್ತು, ನಿಮ್ಮ ಜೂಮ್ ಮೀಟಿಂಗ್ ನಲ್ಲಿ ನಮ್ಗೆ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡಿದ್ದು ಚೆನ್ನಾಗಿ ಗೊತ್ತಾಯ್ತು. ಸಂತೋಷ. ಸಂತೋಷ. ಡಾಕ್ಟರ್ ಮಲ್ಯ ಅವರ ನನ್ನ ಹಸ್ಬೆಂಡ್ ಫ್ರೆಂಡ್ ಡಾಕ್ಟ್ರು. ಹಾಗೆ. ಓಕೆ ಮ್ಯಾಮ್, ಥ್ಯಾಂಕ್ ಯು. ನಿಮ್ಮ ಹೆಸರು ಮೇಡಮ್? ಜುಲೇಖಾ ಮಾಹಿನ್. ಜುಲೇಖಾ ಮಾಹಿನ್. ಓಕೆ. ಹೌದು. ಓಕೆ ಮ್ಯಾಮ್. ಓಕೆ ಮೇಡಮ್, ಖುಷಿ ಆಯ್ತು ನಿಮ್ಮನ್ನು. ಓಕೆ, ಥ್ಯಾಂಕ್ ಯು. Thank you, my doctor. Thank you. സുലേഖ മാം ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുകൊണ്ട് ഡൗട്ട് ഉണ്ടാവാൻ ഒരു ഇതുമില്ല. നോ ഡൗട്ട്. താങ്ക് യു ഉഷ മേഡം. ഞാനൊരു സംഗതി പറയാം. സാധാരണ ഞങ്ങൾ ബ്ലഡ് ഡൊണേഷൻക്ക് പോകുമ്പോ യൂഷ്വലി ദേ വിൽ സെലക്ട് മെൻ റദർ ദാൻ വിമൻ. അവര് ആണുങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കും, പെങ്ങൾക്ക് കൊടുക്കുന്നില്ല. യൂഷ്വലി ഇന്ത്യൻ വിമന് 11 ഉണ്ടാവും ഹീമോഗ്ലോബിൻ. ദേ എക്സ്പെക്ട് 12. അവർ 12 എക്സ്പെക്ട് ചെയ്യും. അതാണ് പ്രശ്നം.
അത് ഞാൻ കറക്റ്റ് ആണ് കൊടുക്കാറുണ്ട് madam. ഡോക്ടർ. ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട് മാഡം. ഞാനും ചെയ്യും. പിന്നെ സാധാരണ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ആംഗിൾക്ക് പ്രിഫറൻസ് കൊടുക്കും. അത് ഗുഡ് ഈവനിങ് മാം. റൂബിയാണ്. To come to our invitation, to take our invitation and to speak some, to give us a lot of information on it. I would like to ask a question, ma'am. ഈ ഒരു ബ്ലഡിന്റെ ലെവല് does it vary with age? അതായത് what is the time when a lady has good blood count? അതില് ഏജ് ഒരു ഫാക്ടർ ആണോ? ഇല്ല, ഏജ് ഫാക്ടർ വരുന്നില്ല. ഏജ് വരുന്നില്ല. എല്ലാവർക്കും ബ്ലഡ് സാധാരണ അതിന്റെ ലൈഫ് സ്പാൻ 120 ദിവസമാണ്. അത് ഏത് ഏജ് മാറുന്നില്ല, സെയിം ആണത്. ഓക്കെ മാം. പിന്നെ കോൺസ്റ്റന്റ്ലി നമ്മള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പം നമ്മളെ ബോഡിയിൽ വല്ല ബ്ലഡ് ഷോർട്ട് ആവും എന്നുള്ളൊരു ഒരു മിസ്കൺസെപ്ഷൻ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അതിനൊന്ന് പറയാവോ? ഇല്ല, യൂഷ്വലി ബ്ലഡ് കുറവാണില്ല മാഡം. ഏജ് ആയിക്കൊണ്ട് പോകുമ്പോൾ ബ്ലഡ് കുറവാണ് ഏതൊരു റീസൺ ഇല്ല. സാധാരണ ആയെങ്കിലും യൂഷ്വലി അതെ ബ്ലഡ് ഡൊണേഷന് പോകുമ്പോൾ അവർ സാധാരണ യങ് ഏജിന്റെ ആൾക്കാർക്ക് പിന്നെ ആങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. അതാണ് വ്യത്യാസം. ഏജ് ഒരു ഫാക്ടർ അല്ല വേണം, ഏജ് ഫാക്ടർ അല്ല. ഓക്കെ. ബട്ട് മാം പറഞ്ഞ പോലെ നോർമലി ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഒക്കെ വെക്കുമ്പം മെനി പ്രിഫർ മെയിൽ ഡോണേഴ്സ്. അത് നമ്മൾ ലാസ്റ്റ് ടൈമും മെയിൽ ഡോണേഴ്സ് ആയിരുന്നു കൂടുതൽ ഡൊണേറ്റ് ചെയ്തത്. ബട്ട് എ ഫ്യൂ ലേഡീസ് വെർ ഏബിൾ ടു. പക്ഷെ നോർമലി ആ ഒരു കൗണ്ട് മെയിൻറ്റെയിൻ ആവുന്നില്ല മാം. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് അവർ ഇന്ത്യൻ ഡയറ്റ്? പ്രോബബിലി ഇന്ത്യൻ ഡയറ്റ്. പിന്നെ ഇൻഫെക്ഷൻസ് ചിലപ്പോ ഉണ്ടാവും. ഇപ്പൊ എല്ലാവരും പറയാം ഞങ്ങൾ ശുദ്ധമുള്ള ഭക്ഷണം കഴിക്കും. പിന്നെ ഈ സദ്യത്തിലെല്ലാം പോകുമ്പോ അവര് ഭക്ഷണ ശുദ്ധ ഉണ്ടാവും പറയാൻ കഴിയ. പിന്നെ ബേക്കറി സാധനങ്ങൾ പോകുമ്പോ അത് ക്ലീൻ ഉണ്ടാവും പറയാൻ കഴിയ. പിന്നെ ഫുഡ് ചിലപ്പോ ക്ലീൻ ഉണ്ടാവില്ല. പിന്നെ സാധാരണ കേരളത്തിൽ അങ്ങനെ പ്രശ്നം വരുന്ന സാധ്യത കുറവ്. പറഞ്ഞെങ്കിലേ സാധാരണ എല്ലാവരും നോൺ വെജ് എല്ലാം കഴിക്കും. അപ്പൊ നോൺ വെജിലെ ഹീമോഗ്ലോബിൻ കൂടുതലേ ഉണ്ടാവും. മെയിൻ ആയിട്ട് ഫുഡ് ക്ലീൻ ഇല്ലെങ്കിൽ അപ്പൊ ബ്ലഡ് ലോസ് ആകാൻ സാധ്യത ഉണ്ട് ഇന്റസ്റ്റൈനിൽ. അത് മനസ്സിലാവില്ല. അതല്ലേ? താങ്ക് യു. പിന്നെ വേറൊരു പെക്യൂലിയർ may I ask one more question, Shani? Yes, Ruby, sure. Yeah, please. Thank you so much. Doctor, എൻ്റെ mother-in-law ഒരു problem ഉണ്ടായിരുന്നു. Like she is expired now, and actually the problem was every time she goes for a blood count check, it comes to 4, 5. She lives in that kind of a range. 4, 5 maximum പോയെങ്കിൽ ഒരു 7. ആൻഡ് അത് നമ്മള് ഒരുപാട് ഹോസ്പിറ്റൽസിൽ അതിനെ കൺസൾട്ട് ചെയ്ത് ബോൺ മാരോ ടെസ്റ്റ് ചെയ്ത് ഒരുപാട് നമുക്ക് പറ്റാവുന്ന ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ നോക്കിയായിരുന്നു. ബട്ട് നമുക്ക് ആസ് ഇറ്റ് ഈസ് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എക്സെപ്റ്റ് ഫോർ ജെം ഹോസ്പിറ്റലിൽ ഒരു ദിവസം കാണിച്ചപ്പം അവര് പറഞ്ഞു ഇന്റസ്റ്റൈനില് ചെറിയ പോർസ് ഉണ്ട്, അതിലൂടെ ബ്ലഡ് ലീക്കേജ് വരുന്നുണ്ട് ബോഡിക്ക്. ദാറ്റ് മൈറ്റ് ബി ദ റീസൺ അവര് പറഞ്ഞു. ബട്ട് അത് എത്രത്തോളം അതൊരു ഫാക്ച്വൽ ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് അത് തോന്നിയിട്ടില്ല. അപ്പൊ ഈസ് ദർ എനിത്തിങ് ലൈക്ക് ടു ഡു വിത്ത് ഈ ഒരു ബ്ലഡ് കൗണ്ട് 4, 5, 6 നിൽക്കുന്ന അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ മാം? എനിക്ക് കൃത്യമായിട്ട് റീസൺ അറിയില്ല. 4 to 5 ആവുമ്പോ സാധാരണ അവർക്ക് നല്ലോണം ക്ഷീണം ഉണ്ടാവും, നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും നടക്കാനും പിന്നെ ശ്വാസം എടുക്കാനും എല്ലാം പ്രശ്നം ഉണ്ടാവും 4 to 5 ആയെങ്കിൽ. പിന്നെ ആയത് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ ഒരു ഫിസിഷ്യൻക്ക് പറ്റൂ. ഞാനിപ്പോ അതിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്ന സ്ഥിതിയിലില്ല. അതല്ലേ? ഓക്കെ. അല്ല അതൊരു ഹെറിഡിറ്ററി ആവാൻ ചാൻസസ് ഇല്ല അല്ലേ മാം? ഇല്ല. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇനി ആരെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. എനിബഡി? ഓക്കെ മാം. MPU തുടങ്ങിയ സമയം തൊട്ട് ഈ ഒരു ഓർഗനൈസേഷന്റെ നട്ടെല്ലാണ് ശ്രുതി. എല്ലാ തരത്തിലുള്ള കോർഡിനേഷൻസും ആക്ടിവിറ്റീസും മുൻകൈ എടുക്കുന്ന വ്യക്തിയാണ് മിസ് ശ്രുതി. വോട്ട് ഓഫ് താങ്ക്സ് നൽകാൻ വേണ്ടി മിസ് ശ്രുതിയെ സ്വാഗതം ചെയ്യുന്നു.
Good evening, all. On behalf of entire team of MFU, I would like to express my sincere gratitude to Dr. Maya S. Malya, whose session today cleared most of our doubts. And thanks to Ms. Shanira, Public Relation Officer, MFU, Kasargod Chapter, for welcoming, technical team of MFU for hosting this webinar, and wonderful audience who joined and made it a real success. On this occasion, let me brief about MFU as an NGO. MFU as an NGO focuses on women empowerment, health awareness, education, and helping people know their rights and duties. Here we provide a space so that the youth of the community can get a space, explore themselves, and bring the change that is needed. We are keen on raising the status of women through employment opportunities, literacy, and training. Some important activities of MFU are as follows. MFU has associated with Dandelion Project for educating underprivileged children. Blood donation camp was organized on June 2021. We have conducted COVID awareness session at Maitra Hospital. We have participated in AIIMS awareness campaign. We have organized skill development classes for empowering